ആ എത്തിയാ വന്നിട്ട് എന്താ ഈ ഡ്രസ്സൊന്നും മാറാണ്ട് ഇങ്ങനെ നടക്കണേ? ഒരു മൂടില്ല. അതെന്ത് പറ്റി? സിദ്ധുമായിട്ട് വഴക്കുണ്ടാക്കിയാ? സിദ്ധമായിട്ട് വഴക്കുണ്ടാക്കുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. കുറച്ച് നേരം അവനെ വട്ട് കളിപ്പിച്ച് കഴിയുമ്പോൾ ഇച്ചിരി രസം തോന്നും. കൊള്ളാലച്ചു, എവിടെയോ പോയി ജോലി ചെയ്യണം, അവനെ വട്ട് കളിപ്പിക്കാൻ നിനക്കൊരു രസം. അതൊരു ഫ്ലോയിൽ പറഞ്ഞതാണ്. സിദ്ധു അവിടെ ഒറ്റയ്ക്കാണെന്നും ഇച്ചിരി സമാധാനമൊക്കെ കൊടുക്കണമെന്ന് എനിക്കറിയാം. അയ്യോ സന്തോഷം, ഒരാൾക്കെങ്കിലും സമാധാനം കൊടുക്കണമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയല്ലോ, അതൊരു വലിയ കാര്യം. പിന്നെ അമ്മ, ഞാനൊരു കാര്യം പറഞ്ഞാൽ അതിന് ഒരു പരിഹാരം കാണും. ആദ്യം കാര്യം പറ, എന്നിട്ട് പരിഹാരം വേണ്ട കാര്യമാണോന്ന് ഞാൻ ആലോചിക്കട്ടെ. ഞാൻ അത്യാവശ്യം നല്ലോണം കുക്ക് ചെയ്യില്ലേ? ആര് പറഞ്ഞു? അല്ല, ഞാനിവിടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. ഉണ്ടാക്കാറുണ്ടോ? അല്ല, അടുക്കളയിൽ കയറി ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാറില്ലേ? ആ എന്തെങ്കിലുമൊക്കെ, ആ ഇടയ്ക്കൊക്കെ അല്ലേ, വല്ലപ്പോഴും ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. ആ അത് ഇഷ്ടിയാ. കാര്യം പറ. ഞാനേ കുഴിപ്പടത്ത് പോയല്ലോ. അപ്പം കുഴിപ്പടത്തെ അമ്മയുടെ കാല് വയ്യാതിരിക്കുവാണല്ലോ. ആ കാല് വയ്യാഞ്ഞിട്ട് നീയാണല്ലോ അതിലേക്ക് ചൂടുവെള്ളം കോരി ഒഴിച്ച് പൊള്ളിച്ചത്. എന്തോ നമുക്ക് അറിയാതെ പറ്റിയതല്ലേ ഈ കഴിഞ്ഞു പോയ കാര്യമൊക്കെ പിന്നെ പിന്നെ പറയണ എന്തിനാ? എനിക്ക് സങ്കടമാവും കേട്ടോ. എൻ്റെ ഇപ്പോൾ ചേച്ചിയുടെ കാലിന് എങ്ങനെയുണ്ട്? കാലിന് കുഴപ്പമൊന്നുമില്ല അമ്മ. കേക്ക് ഇനിയിപ്പോൾ നീ കാര്യമൊന്നും പറയണമെന്നില്ല, എനിക്ക് കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായിന്ന്? നീ കുഴിപ്പുള്ളത്തെ അടുക്കളയിൽ കയറി എന്തോ ഉണ്ടാക്കി, അത് അണ്ണനും ചേച്ചിക്കും കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല, അത് എന്നെ കാര്യം, അത് എന്നോട് പറഞ്ഞിട്ടുണ്ടാവും. കഴിച്ചിട്ട് ഇഷ്ടപ്പെടാനായിട്ട് കഴിക്കണ്ടേ? കഴിച്ചു പോലുമില്ല. അതൊന്നും അല്ല അമ്മ പ്രശ്നം, വേറൊരു പ്രശ്നമാണ്. വേറെന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. നീയായിട്ട് പ്രശ്നം ഉണ്ടാക്കാണ്ടിരുന്നാൽ മതി. എന്നെ ലച്ചു, നിനക്ക് കിട്ടാവുന്നതിന് വെച്ച് ഏറ്റവും നല്ല അമ്മായിയച്ഛനും അമ്മായിയമ്മയാണ് കിട്ടിയിരിക്കണേ. മര്യാദ കടകൊന്നെങ്കിൽ ഇരിക്കാൻ നോക്ക്. ഓരോ പ്രശ്നമൊന്നും പറഞ്ഞ് വന്നോളൂ. അമ്മ എന്നെ ലച്ചു, നിന്നെ അവരെപ്പോഴെങ്കിലും എടി പൊടിയെന്ന് വിളിക്കാറുണ്ടോ? ഇല്ലല്ലോ, മോളെ എന്നല്ലേ വിളിക്കാറുള്ളൂ. ആ ഇനിയിപ്പോൾ നീ കൂടുതൽ വിസ്തരിക്കണ്ട, വെറുതെ ചുമ്മാ ആക്കണമെങ്കിൽ അന്ന് പോകാൻ നോക്കൂ. വെച്ചേ എന്നെ ഇവിടെ പ്രശ്നം കേൾക്കാൻ ആരും വീട്ടിലില്ലല്ലോ. എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ല. നീ അങ്ങനല്ലല്ലോ പറയാൻ വന്നത്. അത് അവിടെ സിദ്ധുവിന്റെ വീട്ടിലെ കാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു അമ്മൂമ്മ എങ്കിലും കേക്കെന്റെ പ്രശ്നം. എന്താ പ്രശ്നം എന്ന് കൊച്ചു പറ, എന്നാലല്ലേ അറിയാൻ പറ്റൂ. അമ്മ അവക്കൊരു പ്രശ്നമില്ല, ആ സിദ്ധുവിൻ്റെ അമ്മയുടെ എന്തോ കാര്യം പറയാൻ വേണ്ടിയാ. അല്ല, സിദ്ധുവിന്റെ അമ്മയുടെ കാലല്ലേ അവള് ചൂടുവെള്ളം കോരി ഒഴിച്ചത്? അത് കഴിഞ്ഞു പോയ കാര്യമല്ല അമ്മൂമ്മ. എന്റെ കാലിലെങ്ങാണ് ചൂടുവെള്ളം വീണെങ്കിലേ നീ വിവരം അറിഞ്ഞാനേ. ശരിക്ക് കുറച്ചും കൂടെ ഉറക്കം ശരിക്ക്. അപ്പൊ എന്റെ പ്രശ്നം കേൾക്കാൻ ഈ വീട്ടിൽ ആരുമില്ല. പോയാലേ ചു നീ ചുമ്മാ നിന്റെ പ്രശ്നം, നിനക്ക് എന്തൊന്നും പ്രശ്നം എന്നാ പറയണത്? ഒരു കുന്തോ ഇല്ല, ചുമ്മാ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാൻ വേണ്ടിയിട്ട് ഓരോ നമ്പരും കൊണ്ട് വന്നോളൂ. എന്നാലേ എന്റെ പ്രശ്നം ഇവിടെ കേൾക്കുന്ന ഒരേ ഒരാളുണ്ട് ഇവിടെ. അതാരാ? പറയാൻ എനിക്ക് സൗകര്യമില്ല. എടി, അവള് നല്ല ദേഷ്യത്തിലാന്നല്ലേ പോയത്. ആ ദേഷ്യത്തിൽ തന്നെ പോയാ, എന്നിട്ട് എന്താ ചെയ്യണേ? അവിടെ പോയി പുതച്ച് പൊടി കിടന്ന് ഉറങ്ങും, അത്രേ ഉള്ളൂ. എടി, എന്നാലും അവക്ക് എന്തോ പ്രശ്നം? ഇനി സിദ്ധുവിന്റെ അമ്മ അവളെ വല്ലതും പറഞ്ഞു കാണൂ. എൻ്റെ പൊന്നെ അമ്മ നേരത്തെ എന്താ പറഞ്ഞത്? അറിയാതെ ആണെങ്കിൽ അമ്മയുടെ കാലിൽ ചൂടുവെള്ളം വീണിട്ടുണ്ടെങ്കിൽ അമ്മ വിവരം അറിയാനെന്ന് പറഞ്ഞില്ലായിരുന്നോ? അത് അവരങ്ങനെയാണോ? ആ ചൂടുവെള്ളം വീണപ്പോൾ എന്താ പറഞ്ഞത്? പോട്ടെ മോളെ, അറിയാതെ പറ്റിയതല്ലേ അല്ലേ? ഇത് അവളുടെ അടവാ അമ്മ. കുറച്ച് ദിവസം അവിടെ നിന്ന് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി എന്തെങ്കിലും ഒരു നമ്പർ കാണിക്കും, ആ നമ്പറിൻ്റെ ഭാഗമാണ് ഇപ്പം കാണിച്ചു കൂട്ടുന്നത്. മൈൻഡ് ചെയ്യണ്ട. എന്നാ പിന്നെ പോട്ടെ. അതെ, നീ കുറച്ച് വെള്ളം ചൂടാക്ക്. എന്റെ കാലിന്റെ മുട്ടിന് ഭയങ്കര വേദന. അടങ്ങിയിരിക്കണം, വേദന കുറയണമെങ്കിൽ. ഇത് അങ്ങോട്ട് ചാട്ടം, ഇങ്ങോട്ട് ചാട്ടം, പിന്നെ ഇങ്ങോട്ട് ചാട്ടം. നീ ഇവിടെ ഇല്ലാത്തപ്പോഴേ ഇവിടുത്തെ ജോലി മൊത്തം ഞാനാ ചെയ്തത്, അത് നിനക്കറിയാവോ? അമ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോഴേ അവിടുത്തെ ജോലി മൊത്തം ഞാനാ ചെയ്തത്, അതമ്മ അറിഞ്ഞായിരുന്നോ? അത് നിന്റെ അച്ഛനും നിന്റെ വീടുമല്ലോ അത്. ഇത് അമ്മയുടെ മോളും മോളുടെ ഭർത്താവും കുഞ്ഞുങ്ങളല്ലേ ഇവിടെ ഉള്ളത്. ഞാൻ നിന്നോടൊന്നും പറയാനില്ല, ഞാൻ പോവാ. നീ വെള്ളം ചൂടാക്കും. അച്ഛാ, വെറും 3 വെള്ളിയാഴ്ചയല്ലേ ആയുള്ളൂ ഞാൻ അച്ഛൻ്റെ ഒക്കത്തുനിന്ന് ഇറങ്ങിയിട്ട്. അതെ, ഈ വീട്ടിൽ ഒരു മക്കൾക്ക് മേടിച്ചു കൊടുക്കാത്ത അത്രയും പോഷകാഹാരം അച്ഛൻ എനിക്ക് മേടിച്ചു തന്നിട്ടില്ലേ? അത് ആലോചിക്കുമ്പോഴേ വെറുതെ എൻ്റെ പൈസ പോയി. തമാശിക്കുക. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ അച്ഛൻ തമാശ പറയാ. മക്കൾ പറ, അച്ഛൻ കേൾക്കാം. എന്താണ് ഇതുപോലെ പ്രശ്നം? മാമ, ഞാൻ കുഴിപ്പളത്തുനിന്ന് വന്നതല്ലേ, വന്നിട്ട് ഇതുവരെ ഡ്രസ്സ് പോലും ഞാൻ മാറിയിട്ടില്ല. മാറാൻ ഡ്രസ്സില്ലേ? 2 ജോഡി ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണോ? അളിയ വാങ്ങിച്ചു കൊടു. സിദ്ധു പൈസ അയച്ചു കൊടുക്കണുണ്ടായിരിക്കും. ശരിയാണ്, സിദ്ധു മക്കളെ പൈസ ചേർന്നില്ലേ, പിന്നെ ആ പൈസ കൊണ്ട് വാങ്ങിച്ചൂടെ? അത് അവര് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ലച്ച് നമ്മുടെ കൊച്ചല്ലേ.
അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവളോട് ചോദിക്കണം എന്ത് വേണം മക്കളെ, മകൾ എന്ത് വേണോടാ? മകൾ എന്ത് വേണോടാ? പറ മക്കളെ എന്താണ് എന്ത് വേണം നിനക്ക്? എനിക്ക് എല്ലാരും കൂടെ ചേർന്ന് കുറച്ച് വിഷം മേടിച്ചു തരുമോ? എന്തിനു മക്കളെ വിഷം? തേച്ചൊരച്ച് കുളിക്കാൻ. മക്കളെ അച്ഛൻ ഉഗ്ര സോപ്പ് വാങ്ങിച്ചു തരാം. നീ ഇവിടെ നിന്നാലേ ഞാൻ വല്ലതൊക്കെ വിളിച്ച് മക്കളെ മാമ വാങ്ങിച്ചു തരാൻ ഡ്രസ്സ്, മക്കൾ ഇറങ്ങി വാ. എനിക്ക് ആരും ഒന്നും മേടിച്ചു തരണ്ട. അച്ഛൻ കൂടെ വരാം, അച്ഛൻ കൂടെ വരാം, അച്ഛൻ വാങ്ങിച്ചു തരാം. അതല്ല സംഭവം അതല്ല. അല്ല പിന്നെന്ത് സംഭവം എന്താണ് ഭയങ്കര കലിപ്പ്? അത് കുഴിപ്പള്ളത്തിൽ നിന്ന് അവിടെ നിൽക്കാൻ പോയല്ലേ, കലിപ്പായിട്ടാണ് വന്നത്. അപ്പൊ ജനാർദ്ദനെ വിളിച്ച് ചോദിച്ച് ഇവിടെ എത്തിയോ എന്ന് ചോദിച്ചു. പിന്നെ ചോദിച്ചു ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ എന്ത് പ്രശ്നം? ഇവിടെ പ്രശ്നമില്ല, അവിടെയും പ്രശ്നമില്ല. പിന്നെന്ത്? അവളെന്തോന്ന് പറയാൻ വേണ്ടിട്ട് വന്നതാണ്, ഇപ്പൊ പറയണമില്ല. കാര്യമായിട്ട് ഞാൻ ചോദിക്കട്ടാ? ചോദിച്ചു പക്ഷെ ഇറങ്ങി ഓടിക്കളഞ്ഞില്ലേ? അല്ല അവിടെ ഒരു പ്രശ്നമില്ലെന്ന് ഉറപ്പാണോ? ഉറപ്പടി. ജനാർദ്ദനെ വിളിച്ച് പറഞ്ഞു അവിടെ ഒരു പ്രശ്നമില്ല, ഇവിടെയും പ്രശ്നമില്ല. പിന്നെ എന്തിനീ വന്നത് ഇങ്ങനെ? അത് പറയാൻ പറ്റൂല കേട്ടാ, കാരണം ഇത് പുതിയ കാലമാണല്ലോ, ന്യൂ ജനറേഷൻ ആണല്ലോ. ലച്ചേച്ചിയാണെങ്കിൽ ന്യൂ ജൻ ആളും, ലച്ചേച്ചിയുടെ അളിയൻ്റെ അച്ഛനും അമ്മയും ഓൾഡ് ജൻ. അവരെന്തെങ്കിലും പറഞ്ഞാണ് ചേച്ചിക്ക് പിടിച്ചു കാണത്തില്ല. ചേച്ചിയെ നമ്മുടെ അടുത്ത് പറയാൻ പറഞ്ഞാണ്, നമ്മൾ മൈൻഡ് ചെയ്തില്ലല്ലേ. അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഞാൻ അവളടുത്ത് കാര്യമായിട്ട് ചോദിക്കാം എന്താണ്. ഞാൻ ഇവിടെ പറഞ്ഞോ? വേണ്ട അളിയോടെ വരണ്ട. ഞാൻ വരണ്ടേ? ഞാനും പറഞ്ഞു, ഞാനും വരും, എനിക്കും അറിയണം. ഞാൻ പറഞ്ഞോ? ഞാൻ പോവും. ചിലപ്പോ ഞാൻ വന്ന് ശരിയാവും. സ്നേഹക്കൂടുതലുണ്ടേ, എന്നെ വല്ലതും പറയുള്ളൂ. എല്ലാം പറയാം, അതുറപ്പാണ്. ചോദിച്ചിട്ട് വരും എന്തായാലും. കൊച്ചിന്റെ ഒരു കാര്യം. ദൈവമേ, എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാന്ന് വെച്ചാൽ 2 ദിവസം തെണ്ടി തിരിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണ്ട വരുമല്ലോ. കഷ്ടമായത്. വിഷമം മനസ്സിലാക്കാൻ മാത്രമേ വീട്ടിൽ ആരുമില്ല, ബാക്കി എല്ലാത്തിനും എല്ലാവരും ഉണ്ട്. എന്താ എന്താ എന്ത് എന്താ പ്രശ്നം? എന്തെന്ന് ചേച്ചി കാര്യം പറ. അത് കേൾക്കാനാണ് നമ്മൾ വന്നേക്കണ. കാര്യം പറ, പ്രശ്നം ഒന്നും. കാര്യം പറയാം നിന്റെ അടുത്ത്, പക്ഷെ വേറെ ആരോടും പറയാൻ താല്പര്യമൊന്നുമില്ല. ഞാൻ പോണോ? ഇത് നമ്മുടെ കുട്ടുമാമല്ലേ, മാമന്റെ തുറന്നു ദിവസം. അതാ പറഞ്ഞ എനിക്ക് താല്പര്യമില്ലെന്ന്. മകളെ ഇവൻ പറഞ്ഞപ്പോഴത്തേക്കാണ് മാമന് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായത്. കുഴപ്പമില്ലാത്ത എന്താണ് പ്രശ്നം മകളെ പറ. അല്ലെങ്കിൽ എന്റെ വിഷമം കേൾക്കാൻ നിങ്ങളൊക്കെയല്ലേ ഉള്ളൂ. മാമൻ കേക്കണം. മാമ ആ ഞാൻ ഇവിടുന്ന് കുഴിപ്പളത്ത് പോയില്ലേ. പിന്നെ മകൾ പറയുമ്പോ മാമ ഇടയ്ക്ക് കയറി സംസാരിക്കൂലേ? പറഞ്ഞു. ഞാൻ ഇവിടുന്ന് കുഴിപ്പളത്തേക്ക് പോയായിരുന്നല്ലോ. അപ്പൊ അവിടെ സിദ്ധുവിന്റെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു അടുത്ത ദിവസം അവർക്ക് വായിക്ക് രുചിയായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന്. നിനക്കറിയാലോ എൻ്റെ സ്പെഷ്യൽ ഐറ്റംസ്. എടാ മറ്റേ കാന്താരി ചിക്കൻ കറി, കാന്താരി രസം, കാന്താരി മീൻ കറി, എല്ലാ സാധനവും ഞാൻ അടുത്ത ദിവസം ഉണ്ടാക്കി കൊടുത്തേ. പറയട്ടാ മാമ പറയട്ടാ. കാന്താരി എന്ന് പറയുമ്പോൾ എരിവല്ലേ? ഭയങ്കര എരിവല്ലേ? പിന്നല്ലേ കാന്താരി ആകുമ്പോൾ എരിവുണ്ടാവൂലേ? എല്ലാ ഡിഷും എരിവിലുണ്ടാക്കി കൊടുക്കാം. അതും അടിപൊളി ഫുഡായിരുന്നു. എന്നിട്ട് മാമ ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, അവരത് ടേസ്റ്റ് പോലും ചെയ്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ എന്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്, എനിക്ക് വിഷമാവില്ലേ? 2 ഡിഷ് കുഴപ്പമില്ല, എരിവല്ലേ അതായിരിക്കും. ഇങ്ങനെ അവരെ കുറ്റം പറയാനും പറ്റില്ല. അതാണ് മെയിൻ പ്രശ്നം, അവരെ ടേസ്റ്റ് ചെയ്ത് നോക്കാത്തത്. അതല്ല പ്രശ്നം. പിന്നെന്തിനാ അതിപ്പോ പറഞ്ഞേ? എടാ എങ്ങനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണേ? പറഞ്ഞു എന്നെ അടുക്കള കയറ്റാതിരിക്കാൻ വേണ്ടിട്ട് അവിടെ സഹായിക്കാണ്ട് ഒരു ചേച്ചിനെ കൊണ്ടുവന്നു പുതിയതായിട്ട്. മക്കളെ നീ ഇവിടെ എപ്പോഴും ഇവിടെ അല്ലേ, അപ്പൊ അവർക്ക് സഹായിക്കാനായിട്ട് ഒരാളെ കൊണ്ടുവന്നതിന് എന്താണ് തെറ്റ്? ഞാൻ കുറ്റം പറയില്ല ഇതിന്. എടാ എന്നെ അവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല മാമ. നീ ഇവിടെ ഒന്നും ചെയ്യാറില്ലല്ലോ. ആരും പറഞ്ഞു ഇവിടെ ചെയ്യാറില്ല? ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറില്ല. ഉണ്ട്. പക്ഷെ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പണികളൊക്കെ ചെയ്തോണ്ടിരുന്ന ആളല്ലേ ആര്? ഞാൻ. ചേച്ചി. ഓക്കെ. ഇപ്പൊ ചേച്ചിയെ കൊണ്ട് എന്താണ് പണി ചെയ്യിപ്പിക്കാത്തില്ല? ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഒരു ഇച്ചിരി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് കഴുകാൻ സമ്മതിക്കില്ല, റൂം ഒന്ന് തൂക്കാൻ സമ്മതിക്കില്ല, കുളിച്ച് കഴിഞ്ഞാൽ തോർത്ത് പോലും മഴയിൽ വിരിച്ചിട്ടാ ചേച്ചി സമ്മതിക്കില്ല. എല്ലാ പണിയും പുറകെ നടന്ന് എന്റെ കൂടെ അങ്ങ് ചെയ്തു. ചേച്ചിക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ? പൊതച്ചുകൂടി. എനിക്കിപ്പോ അങ്ങനെ കുറച്ചുകൂടി കിടന്ന് ഉറങ്ങണ്ട, എനിക്ക് അടുത്ത് പണിയെടുക്കണം. നീ ഇവിടെ അത് ഇവിടെ ചെയ്യുന്ന ഇവരൊക്കെ ഉണ്ടല്ലോ മാമ. ഇതെല്ലാം സഹിക്കാം മാമ. ആ സ്ത്രീക്ക് ഉണ്ടല്ലോ ഒരു 10-40 വയസ്സുണ്ട്. പുള്ളിക്കാരി രാവിലെ എണീറ്റ് സകല ജോലിയും ചെയ്യും അവിടത്തെ. എന്നിട്ട് ഞാനൊരു 10 മണിയാകുമ്പോ എണീറ്റ് വരുമ്പോഴത്തേക്കും എന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ചിരിയുണ്ട്. അത് കാണുമ്പോണ്ടല്ലോ എനിക്കങ്ങടെ. ഇതിപ്പോ നമ്മളായാലും ചിരിക്കുമല്ലോ അമ്മ. അപ്പൊ അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം മാമ. ഒരു കണക്കിനെ അച്ഛൻ പറയണ കറക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞേക്ക് മായിച്ചു പറഞ്ഞേ. അച്ഛൻ എന്ത് പറഞ്ഞത്? അച്ഛനാ നമ്മള് അളയനെ ചതിച്ചാണ്, സിദ്ധുളിയനെ. നമ്മള് ചതിച്ചല്ലേ എല്ലാം കൂടെ.
എനിക്ക് കിട്ടിയില്ല. ഇതിനടുത്ത് തല വെച്ച് കൊടുത്തില്ലേ? പിന്നെ ചതി നല്ല പിന്നെ ചേച്ചി ഞാൻ വേറൊരു കാര്യം പറഞ്ഞേക്കാം. ചേച്ചി ഉണ്ടാക്കണ കാന്താര രസം വായി വെച്ച് കൂട്ടാൻ കൊള്ളൂല, അതുകൊണ്ട് തന്നെ അവര് തിന്നാത്തത് കേട്ടല്ലോ. സഹായിക്കാൻ പറഞ്ഞ ചേച്ചി അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. ആദ്യം അതിനെ എങ്ങനെയെങ്കിലും ഓടിച്ചു വിടണം. ഹലോ, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഒരച്ചടക്കവും ഇല്ലല്ലയോ? പണ്ടത്തെ പിള്ളേർക്ക് ഉണ്ടായിരുന്നു അച്ചടക്കം. ഇല്ല, അതും ഇല്ല. ചെറുക്ക, ഇനി നീ തത്വം വാർത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരല്ലേ. എന്റെ പൊന്നു മാമ സത്യമായിട്ടും ഇല്ല, ഇത്ര വലിയ വള്ളിയാന്ന് ഞാൻ കണ്ട. എന്താടാ എന്ത് ലച്ചുവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വേണം. അവൾക്ക് എന്തൊക്കെയാ വലിയ വലിയ പ്രശ്നങ്ങൾ. അവൾക്കൊരു പ്രശ്നമില്ല. അവിടെ വീട്ടിലൊരു ചേച്ചി ജോലിക്ക് വന്നു, അത് തന്നെ അവളുടെ പ്രശ്നം. അവൾ എണീക്കണ മുമ്പ് അവർ പണിയെല്ലാം തീർത്തു വയ്ക്കുന്നു. അവളൊരു പണി ചെയ്യേയില്ല. ആരെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്താൽ അത് അവൾ പ്രശ്നമാക്കുകയും ചെയ്യും. ഇനിയിപ്പോ അവരവിടെ നിന്ന് ഓടിക്കാതെ അവൾക്കൊരു സമാനം കാണൂല. എടാ എവളെന്താടാ ഇങ്ങനെ? അച്ഛനും അമ്മയും മാത്രം നന്നായ പോരാ, മക്കൾ നന്നാവായി. അപ്പനും അമ്മൂമ്മ എവിടെ നന്നാവണം. അളിയൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്ത് കുഴപ്പം? അയ്യേ, മാമിനെ ചിരിയുണ്ടോ? നീ എനിക്കിട്ട് കൊട്ടാൻ വേണ്ടി അല്ലേ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ കിട്ടിയല്ലോ. അത് കേട്ടപ്പോ ഒരു മനസ്സുഖം. ഇങ്ങനെ ചിരിച്ച് തന്നെ അവള് നന്നാവാത്തത്. ലച്ചു എല്ലാം കണ്ട് പഠിക്കുന്നത്. ചേടാ, എനിക്ക് ഈ വീട്ടിലൊന്നും ചിരിക്കാനും പാടില്ലേ? ഈ ലക്ഷ്യം എവിടെ നിന്നേ? ഓ, അവിടെ പാറണ്ടോട്ട് നോക്കി നിൽപ്പുണ്ട്. അവളെന്തിനാ അവിടെ പോയി നിൽക്കുന്നേ? ഓ, അമ്മ പേടിക്കണ്ട, അവള് വന്നോളും ഇങ്ങോട്ട്. ആ, ലക്ഷ്യത്തിയല്ല. വേണ്ട, എന്റെ അടുത്ത് ആരും ഒന്നും പറയോ വേണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. നീ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, അങ്ങോട്ട് പറയണത് കേട്ടാ മതി. കേട്ടല്ലോ? ആ ജോലിക്കാരി അവിടെ വന്നതല്ലേ നിന്റെ പ്രശ്നം, നമുക്ക് മനസ്സിലായി. അത് ശരി, അപ്പൊ അറിഞ്ഞു കാര്യങ്ങളൊക്കെ. ഓ, അറിഞ്ഞ്. എന്ത് കുഴപ്പം? അമ്മയ്ക്ക് എന്നെ സ്വഭാവം വൃത്തിയായിട്ട് അറിയാലോ. ഒരാൾ കാരണം എനിക്ക് വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അവരെ വെറുതെ വിടും നമുക്ക് തോന്നുന്നുണ്ടോ? എന്റെ പൊന്നുമക്കളെ ലച്ചു, നീ എന്തിനുള്ള പുറപ്പാടാണ്? അച്ഛാ, ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല. പിന്നെ അവിടെ സഹായിക്കാൻ വന്ന ചേച്ചി ഉണ്ടല്ലോ, അവരെ ഞാൻ അവിടെ നിന്ന് പമ്പെടുത്തു നോക്കിക്കോ. ലച്ചു, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കരുതേ, അവസാനം വയ്യാവേലിയാവും. എന്ത് വേലിയാണെങ്കിലും ഞാൻ അങ്ങ് സഹിച്ച അമ്മ. ഈ വീട്ടിലുള്ളവർക്കല്ലേ എന്റെ പ്രശ്നം കേൾക്കാനും പരിഹരിക്കാനും താല്പര്യമില്ലാത്തുള്ളൂ. എന്നാലേ ഈ കുടുംബത്ത് ഒരാളുണ്ട് കേട്ടാ, അവരെന്റെ പ്രശ്നം കേൾക്കുകയും ചെയ്യും, എനിക്ക് അതിനുള്ള പരിഹാരം കണ്ടെത്തി തരും. മക്കളെ ഒരു മക്കളേ ഇല്ല, പൊക്കോ. മാമിയെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെച്ചോലെ ഉണ്ട്. മാമിന്റെ സ്വഭാവവും ലച്ചുവിന്റെ സ്വഭാവം. എന്റെ കയ്യിൽ നിന്ന് മേടിക്കല്ലേ വാലു കേട്ടാ. പിന്നെ ലച്ചുവിന് തരണം, മാമിക്ക് തരണം, കൊള്ളാല്ലേ? എല്ലാവർക്കും തന്നെ തരണോ? മാമിയുടെ അടുത്തൊരു കാര്യം പറയാം, മര്യാദയ്ക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോട്ടെ. നിനക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടായോ? നീ അവളെ അച്ഛനല്ലേ? ആണോ കേശു? ലച്ചുവിന്റെ അച്ഛൻ ഞാനെന്ന് അയ്യോ അറിഞ്ഞില്ലല്ലോ ഇതുവരെ. മാമി വല്ലാത്തൊരു അറിവ് തന്നെ. മാമി കുഴിപ്പള്ളത്തൊരായിട്ട് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കി വയ്ക്കരുത്. മാമി ലച്ചുവിനെ പറഞ്ഞ് മനസ്സിലാക്കുക. അതും നമ്മുടെ ഉത്തരവാദിത്വം. അളിയൻ പറഞ്ഞാലും കാര്യമുണ്ട്. ചുമ്മാ കുട്ടികളെ വിളിച്ചിട്ട് പരസ്പരം മുഖത്ത് വെക്കാൻ പറ്റാത്ത രീതിയിലോട്ടാ പോവല്ലേ, അത്രേ ഉള്ളൂ. മാമോയ്, ഞാനെന്നാ പിന്നെ ഞാൻ നൈസിൽ ചേച്ചിയുടെ അടുത്ത് വന്നിട്ടേ ചേച്ചിയുടെ പ്ലാൻ ഒന്ന് കണ്ടുപിടിക്കട്ടെ, അതാകുമ്പോൾ നമുക്കത് പൊളിക്കാൻ എളുപ്പമായിരിക്കും. നീ എന്തെങ്കിലും ചെയ്യും. നേരത്തെ അവള് കല്ലെടുത്തല്ലേ ഉള്ളൂ, ഇനി തലമണ്ടൊക്കെ ഇട്ട് തെറിഞ്ഞു തരും. സൂക്ഷിച്ചോ. വേണ്ട, എന്തൊരു പാടാന്നോ ഇത്. ആരുടെ സ്വഭാവമായി കിട്ടിയിരിക്കുന്നേ? അതിനിപ്പോ പ്രത്യേകിച്ചെടുത്ത് പറയണോ? എന്താടാ രണ്ടും കൂടെ ചിരിക്കുന്നേ? നീ എന്തിനാ ചിരിച്ചത്? നീ ചിരിച്ചോ? ഞാൻ കണ്ടില്ലല്ലോ. നീ ചിരിച്ചല്ലേ? ഞാൻ എന്തിനാ ചിരിക്കണേ? ഞാൻ ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ നോക്കിയപ്പോ എന്തോ ഒരു സാധനം പെട്ടെന്ന് കണ്ട. അങ്ങനെ ചിരിക്കണ അമ്മ കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. അവിടെ കണ്ടില്ലടാ, ഒന്ന് ചിരിച്ചേക്കടാ. അങ്കിള് പറ, ഇതൊരു നിസാര പ്രശ്നമാണോ? അല്ല മോളെ, മോൾ ഇത്ര നേരം പറഞ്ഞിട്ടും എനിക്ക് യഥാർത്ഥത്തിൽ എന്താ പ്രശ്നമൊന്നും പിടികിട്ടിയില്ല. പിടികിട്ടിയില്ലേ? ഇല്ല. ചേടാ, ഇതിപ്പോ ഞാൻ അരമണിക്കൂർ ഇന്ന് മൊത്തം വിസ്തരിച്ചതല്ലേ, ഇനി ഞാൻ ഒന്നുകൂടെ വിസ്തരിച്ച് പറയാം. അല്ല, കുഴിപ്പള്ളത്ത് നിന്ന് വന്നതും എന്നെ വിളിച്ചു വരുത്തിയത് ഏകദേശം എനിക്ക് പിടികിട്ടി. പിന്നെ എന്താ പ്രശ്നം? ഏറെക്കുറെ മനസ്സിലായി, എന്നാലും പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനൊന്നുമില്ല. ആ സഹായിക്കാമെന്ന ചേച്ചിയുടെ അവിടെ നിന്ന് പറഞ്ഞോണ്ട് അത്രേ ഉള്ളൂ. ഒരാളുടെ ജോലി നിഷേധിക്കുന്നത് തെറ്റല്ലേ? അതിനെന്റെ ആദർശം സമ്മതിക്കില്ല മോളെ. അങ്കിള് ലച്ചുവാണോ വലുത്, ആദർശാണോ വലുത്? അത് ആദർശം. അത് ശരി.
രമാൻഡി ആയിട്ട് പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് ഞാൻ ഒന്നും നോക്കാതെയാണ് അങ്കിളിനെ സപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ എനിക്കൊരു പ്രശ്നം വന്നപ്പോ അങ്കിളുടെ വലുത് ആദർശം അല്ലേ? അല്ല അതിന് മോളിങ്ങനെ വിഷമിക്കണ്ട. ഞാൻ വിഷമിക്കും, അങ്കിളിനെന്താ? ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ആ വീട്ടിൽ അവരോട് ജോലിക്ക് വരണ്ടെന്ന് പറയാം. പിന്നെ അവർക്ക് വേറൊരു ജോലിയും റെഡിയാക്കി കൊടുക്കാൻ ഞാൻ. മതി, അത്രയും മതി. പിന്നെ ഞങ്ങളെ ഒരു സഹായം കൂടെ ചെയ്യാൻ പറ്റും. അവരെ ഒരു ചിരി ചിരിക്കും, ആ ചിരി ഞങ്ങൾ നിർത്തിച്ചു തരാൻ പറ്റും. ശരി, നല്ലതല്ലേ മോളെ? ചിരിയൊക്കെ നല്ലതാണ്, പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആ ചിരി ചിരിക്കുന്ന അത്ര നല്ലതല്ല. ജസ്റ്റ് ഒന്ന് വരട്ടി വിട്ടാ മതി. ഒന്ന് വരട്ടി വിട്ടാ പോരെ? അത് ഞാൻ ഏറ്റി. പ്രത്യേക സാഹചര്യങ്ങളുള്ള ചിരി പാടില്ല. ചിരി പാടില്ല. അത് നോക്കാം. ചിരി പാടില്ല. ജയന്തരങ്ങളെ എന്താടാ? എന്ത് എന്ത് എന്താ എന്താ എന്ത്? അതെ, ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്താന്ന്. അങ്കിളോട് ഇരിക്കുന്നുണ്ട്, ഞാൻ വന്നു. അതിനിപ്പോ എന്ത് സംഭവം? എന്ത് എനിക്ക് നിൽക്കാൻ പാടില്ലേ? നിൽക്കാൻ പാടില്ലേ? പറ. നിക്കാൻ പാടില്ല. പാടില്ല? ഇല്ല. ഓ, ഞാൻ ഇവിടുന്ന് പോയപ്പോ പ്രശ്നം കഴിയും. തീരും. പ്രശ്നം തരുമല്ലേ? അമ്മ, എടാ, നീ എന്തിനാ അവരെ വിളിച്ച് വരുത്തണേ? ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. പ്രശ്നം എന്താ കിടന്ന് പോണത്? അമ്മ അതാ ജയന്തരങ്ങള്. അതിനാണ് വിളിച്ചു പോയത്? അല്ല, പിന്നെ അമ്മ നമ്മുടെ ലച്ചു ചേച്ചിയുടെ പ്രശ്നം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ വലിയ കാര്യമായിട്ട് എടുത്തില്ലല്ലോ. അപ്പൊ അത് വലിയ കാര്യമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ജയന്തരങ്ങളെ വിളിച്ചു വരുത്തേക്കണത്. ജയന്ത ലച്ചു വിളിച്ചിട്ട് വന്നതാണോ? അല്ല, കള്ളം പറയരുതേ. ആ ചേച്ചി വിളിച്ചിട്ട് വന്നാ. അവള് പറഞ്ഞ കാര്യങ്ങള് വലത്തെ ചെവി കൂടി കെട്ടിട്ട് അടുത്ത ചെവി കൊടുക്കണം, കളഞ്ഞേക്ക്. ചേടാ, ഇതെന്ത് കഷ്ടമാ. നിങ്ങളാണെങ്കിൽ എന്നെ ഒന്നും സഹായിക്കോ ഇല്ല. എന്നിട്ട് സഹായിക്കാൻ വേണ്ടി ഒരാളെ വിളിച്ചു വരുത്തിയപ്പോഴത്തേക്ക് അതിന് സമ്മതിക്കൂലേ? നീലുവേ, ഇവിടെ നിങ്ങാണ് ഒരു മടി കിട്ടുമോ നോക്കിയടി. ഇവക്ക് വാ കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അമ്മ കൊടുക്കണ്ട, ഞാൻ തന്നെ കൊടുത്തോക്കാം അവക്ക്. എന്തോന്നത്? ഞാൻ ചെണ്ട എല്ലാരും കൂടെ തല്ല, എന്നാ പിന്നെ തല്ലി കൊല്ലി മനുഷ്യരങ്ങോട്ട്. ജയന്ത, ഇവളുടെ വാക്ക് കേട്ട് ഓരോന്ന് ചാടി പുറപ്പെടല്ലേ കേട്ടാ. ഇല്ല. അല്ല, അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് പക്വതയില്ലാതെ എടുത്തിയാടി ചില കാര്യങ്ങൾ പറയുന്നത്, അങ്ങനെ കരുതിയാൽ മതി. പക്വതയില്ലെന്നാ? അല്ല, എല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങി ചേച്ചി സ്വഭാവം. ജയന്ത, രമയ്ക്ക് സുഖമാണോ? രമ സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. ഇവള് പറയണൊന്നും കേൾക്കാൻ നിൽക്കല്ല കേട്ടാ. ഇല്ല. ചേച്ചി ഓരോ മണ്ടത്തരം കാണിച്ചു വെക്കല്ലേ. മോനെന്റെ കയ്യിൽ നിന്ന് മേടിക്കാതെ പോ. കേശു, നീ അകത്തോട്ട് പോയേ. എന്താ വാ, അവൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കാണിക്കട്ടെ. നീ വാ മോളെ. അപ്പോഴും ലച്ചു ഒറ്റയ്ക്ക്. ലച്ചു, നീ ഒന്ന് മാറി ചിന്തി. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു ചേച്ചി. ലച്ചുവിന് പറഞ്ഞാൽ മനസ്സിലാവുന്നേ. ഇല്ല, അവക്ക് വിഷമമൊന്നും ആവത്തൊന്നുമില്ല. എന്തായാലും ഒന്നുകൂടെ ഒന്ന് ആലോചിക്ക്. എന്തു പറ്റിയടി? ലച്ചുവിൻ്റെ അമ്മായിയമ്മയാ വിളിച്ചത്. എന്തു പറ്റി? എന്ത് പറയാനാ, ഇങ്ങനത്തെ പുത്രി. നിനക്ക് സമാധാനമായല്ലോ അല്ലേ? സമാധാനോ? അതിന് സമാധാനം കിട്ടുന്ന വാർത്തയൊന്നും ഞാൻ കേട്ടില്ലല്ലോ. നിനക്കൊരാളുടെ ജോലി കളയാന്ന് വെച്ചാൽ നിസ്സാരമാണല്ലോ. ഇപ്പം അത് തന്നെയാണ് എൻ്റെ സമാധാനം. സിദ്ധുവിൻ്റെ അമ്മയാണ് വിളിച്ചത്. ആ സ്ത്രീ അവിടെ ജോലിക്ക് വന്നില്ലേ, അത് നിനക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് നീ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതെന്ന് അവർക്ക് മനസ്സിലായെന്ന്. നല്ല കാര്യം. എന്തായാലും രാവിലോട്ട് അവരോട് ജോലിക്ക് വരണ്ടാന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ശരിക്കും? കണ്ടാ, എൻ്റെ അടുത്ത് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. ഞാൻ പറഞ്ഞേ ഞാൻ അവരൊരു പാഠം പഠിപ്പിക്കൂന്ന്. എടാ, നിനക്ക് എൻ്റെ വിഷമം മനസ്സിലായില്ലല്ലോ. ഈ വീട്ടിലുള്ള ആർക്കും എൻ്റെ വിഷമം മനസ്സിലായില്ലല്ലോ. പക്ഷേ എൻ്റെ അമ്മായിയമ്മയ്ക്ക് മനസ്സിലായി. തങ്കമാണ് എൻ്റെ അമ്മായിയമ്മ. തങ്കു? അതാര്? ഇതൊരു അമ്മായിമ്മയുടെ പേര് മാറ്റിയാ? തങ്കു നല്ലായിരുന്നല്ലേ? ചളി അടിച്ചാണ്ടല്ലോ. അമ്മ, ഞാൻ കുഴിപ്പുറത്തേക്ക് പോവാ. എനിക്ക് അവിടെ പോയിട്ട് എൻ്റെ അമ്മായിയമ്മനെ കാണണം. എന്തൊരു സ്നേഹം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ അമ്മായിയമ്മനെ ഞാൻ പോയി കാണണ്ടേ? കാണണം. കണ്ടോ? ഇന്ന് അവിടെ പോയിട്ട് വേണം സ്വതന്ത്രമായിട്ട് മൂടി പൊതിച്ച് കിടന്നുറങ്ങാൻ. മൂടിപ്പതിച്ചിടന്ന് ഉറങ്ങാനാന്നോ പോന്നേ? ഞാൻ വിചാരിച്ചു വല്ലതും ബായിക്ക് രുചിയായിട്ട് വെച്ചുണ്ടാക്കി കൊടുക്കാനായിരിക്കും. ഇവളുടെ കൈപുണ്യം കാരണമാണ് അവർ ജോലിക്ക് ആളെ വെച്ചത് വീട്ടിൽ. കളിയാക്കിക്കോ, എത്ര വേണമെങ്കിലും കളിയാക്കിക്കോ. നീ കഷ്ടപ്പെട്ട് ഞാൻ അവിടം വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ അമ്മായിയമ്മേ വൈകിട്ടേ വരുള്ളൂ. എവിടെ പോകാം? എവിടെ പോവാന്ന്? എനിക്കറിയില്ല. ചേടാ, നേരത്തെ പറയുകയാണെങ്കിൽ ഞാനും കൂടെ പോവായിരുന്നല്ലോ. കുഴിപ്പള്ളത്ത് നടന്നതേ എല്ലാരും അറിഞ്ഞല്ലോ. എന്റെ മനസ്സ് സങ്കടപ്പെടുത്തിയവരെ പറഞ്ഞു വിട്ടതല്ലേ? അത് രാവിലെ. അത് കഴിഞ്ഞ് നീ ജയന്തനെ പറഞ്ഞു വിട്ടാ? ജയന്തനെ പറഞ്ഞു വിട്ടാ? അതപ്പോ അവിടുത്തെ സ്ത്രീയെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്, ജോലിക്ക് വരണ്ടെന്ന് പറയാൻ വേണ്ടി അല്ലേ?
എന്നിട്ട് ജയന്ത് അവരെ വീട്ടിൽ പോയി. അവരെ ജോലി പോയോണ്ട് പിന്നെ പാവം കരുതി തിരിച്ച് ജയന്ത് അവരെ കുഴിപ്പള്ളത്തുണ്ടായി. എന്തും പണി ഞങ്ങളെ കാണിച്ചേ? മോളെ, അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന എനിക്ക് ഒരു തൊഴിലാളിയുടെ പണി കളയാൻ സാധിക്കില്ല. അവരുടെ വേദന കണ്ടു നിൽക്കാനും സാധിക്കില്ല. അത് മോള് മനസ്സിലാക്കും. അങ്കിളെ മിണ്ടരുത്. നീ ഒരു പാവം സ്ത്രീയുടെ ജോലി കളയാനാണ് നോക്കിയത്. അതിന് എന്നെ കരുവാക്കണം. അത് പറ്റില്ല, എനിക്കത് സാധിക്കില്ല മോളെ. അല്ല അപ്പൊ അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന ജോലിക്ക്? ജോലിക്ക് കയറ്റി ജയന്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ജനാർദ്ദന അങ്കിൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നത്. അതെ അതെ. ജയന്ത, അറിഞ്ഞാണെങ്കിലും അറിയാതെ ആണെങ്കിലും ഇപ്പൊ ജയന്തൻ ചെയ്തില്ലേ? ഇതാണ് ജയന്തൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ കാര്യം. അല്ല ചേച്ചി, ഇനിയും ചേച്ചിയുടെ വിഷമം കേൾക്കാനായിട്ട് ആരെങ്കിലും വിളിച്ചു വരുന്നുണ്ടോ? ലക്ഷ്മി ഇവിടുന്ന് കുഴിപ്പള്ളത്തേക്ക് പോകുന്ന ആരും വിചാരിക്കണ്ട. ഓ, എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. Vanidam Margin Free Supermarket, a woman empowerment project of CFCICI and Central Bazaar. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.